പത്തനംതിട്ടയിൽ പ്രതിയെന്ന് സംശയിച്ച യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി യുവാവ്. കൂടൽ പോലീസ് സ്റ്റേഷനിലെ SI അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. അതേസമയം CPIM DYFIയുടെയും നേതൃത്വത്തിൽ കസ്റ്റഡി മർദ്ദനത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിച്ചേക്കും. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നു. സുജു, ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ ഈ യുവാവും മർദ്ദനമേറ്റ യുവാവും കുടുംബവും അടക്കം വലിയ രീതിയിൽ പോലീസിനെതിരെ ആരോപണവും ഈ പോലീസിന്റെ ക്രൂരകൃത്യങ്ങളും പുറത്തുകൊണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതേസമയം അതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ അതിനെ തുടർന്ന് വരുന്ന കൂടുതൽ വിവരങ്ങൾ? ഉമ, ഇപ്പോൾ ഈ മർദ്ദനമേറ്റ 20കാരൻ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും DGP മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മർദ്ദനം മാത്രമല്ല, കസ്റ്റഡി തന്നെ നിയമവിരുദ്ധമായ രീതിയിലായിരുന്നു. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കൂടൽ സ്റ്റേഷനിലെ SI ജയമോഹൻ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം വീട്ടിലെത്തി, അതായത് പത്തനാപുരത്തുള്ള ഇവരുടെ വീട്ടിലെത്തുന്നത് സിവിൽ ഡ്രസ്സിലായിരുന്നു, അതായത് യൂണിഫോമത്തിലല്ലായിരുന്നു. മറ്റൊരു പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലുമല്ല, മറ്റൊരു കാറിലാണ് കയറ്റിക്കൊണ്ടു പോവുകയും പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവ് തന്റെ പരാതിയിൽ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യുവാവിന്റെ പരാതി. ഒന്ന്, നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുക്കുന്നു, യാതൊന്നും ബോധിപ്പിക്കാതെ യാതൊരു രേഖയുമില്ലാതെ കസ്റ്റഡിയിലെടുത്ത ശേഷം അതിക്രൂരമായി മർദ്ദിച്ചു. ഇന്നലെ തന്നെ ആ യുവാവ് കൈരളി ന്യൂസിനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചെവിക്ക് പിടിച്ച് കറക്കുക, ബൂട്ടിട്ട് ചവിട്ടുക, ലാത്തി കൊണ്ട് കാൽവെള്ളയ്ക്ക് അടിക്കുക തുടങ്ങിയ മുടി പിടിച്ചോ വലിക്കുക തുടങ്ങിയ മർദ്ദന രീതിയായിരുന്നു പോലീസ് സ്വീകരിച്ചത്. അതൊക്കെ നേതൃത്വം നൽകിയത് SI ജയമോഹനാണെന്നാണ് ഇന്ന് യുവാവ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് യുവാവിൻ്റെ പരാതി. ഈ കേസുമായി ബന്ധപ്പെട്ട് യുവാവ് പ്രതിയാക്കപ്പെടുമെന്ന് സംശയിച്ച അല്ലെങ്കിൽ യുവാവിനെ പിടിച്ചുകൊണ്ടുപോയ കേസിൽ പോക്സോ കേസിൽ ആ പെൺകുട്ടിയുടെ പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവം വർദ്ധിക്കുകയാണ് ഈ പോലീസിന്റെ ഈ മർദ്ദന മുറയെ തന്നെ. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് യുവാവ് ഹൃദ്രോഗിയാണ്. അത് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. അത് ശരീരത്തിന് അതിൻ്റെ പാടുകൾ തന്നെയുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത് പോലീസിന് യുവാവ് ചൂണ്ടിക്കാട്ടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നു ശരീരത്തിൽ തന്നെ. എന്നിട്ടും അതൊന്നും വകവെക്കാതെ മർദ്ദിച്ചു എന്നാണ് ഇന്നലെ യുവാവ് ആദ്യ ഘട്ടത്തിലുള്ള ഫോട്ടോസ് നമ്മളെ കാണിക്കുന്നുണ്ട്. ചെവിക്ക് പുറകിലും കാൽവേളയിലൊക്കെ അടികൊണ്ട് പാടും യുവാവ് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPIMന്റെ കൂടെ ലോക്കൽ കമ്മിറ്റിയും കുടുംബൻ DYFയുടെ കുടുംബൻ ഏരിയ കമ്മിറ്റിയും വലിയ പ്രക്ഷോഭത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് CPIM കൂടെ ലോക്കൽ കമ്മിറ്റിയുടെയും കുടുംബൻ DYF കുടുംബൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട്. ഉമ.